ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഞാൻ തിരിച്ച് ജോർജിയയിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ പപ്പയും മമ്മിയും. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നൊരു ട്രാവൽ വ്ളോഗ് എടുക്കാൻ നിർത്തി ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല സങ്കടമൊക്കെ ഉണ്ട്, കാരണം ഞാൻ ഒറ്റ മോളാണ്. ഞാൻ പോയ മമ്മിയുടെയും പപ്പയുടെയും കൂടെ വേറെ ആരും ഇല്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പപ്പ ആദ്യമായിട്ടാണ്, ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഒരുപാട് സംസാരിച്ചൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ലേറ്റായിട്ടും എയർപോർട്ടിൽ എത്തുന്നതും. അവിടെ ചെന്നിട്ടും കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ വീട്ടിൽ എടുക്കുവാണ്. പപ്പ നല്ല സങ്കടം കൊണ്ടാണെന്ന് തോന്നുന്നു, അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ഞാനും മമ്മിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അല്ലാതെയും എടുത്തു. പിന്നെ ഞാൻ പോകുന്ന കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു, കരയുന്നതും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കരയുമല്ലോ, അതൊന്നും എനിക്ക് കിട്ടിയില്ല, കാരണം അവർക്ക് വേറെ ചാനലുണ്ട്, അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അവിടെ നിന്ന് ഞാനും പപ്പയും കൂടി പോയി. മാക്സിമം ഞാൻ ലേറ്റായിട്ടാണ് പോയത്, കാരണം ശരിക്കും ലേറ്റായി. അതുകൊണ്ട് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു അകത്ത്, കാരണം എനിക്ക് ലഗേജൊക്കെ കൂടുതലായിരുന്നു കുറച്ച്. എന്തായാലും എല്ലാ തവണയും ഞാൻ ഓവർ വെയിറ്റ് ആയിട്ടേ പോകാറുള്ളൂ, ഫൈനും അടക്കാറുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും ഫൈൻ തന്നെ അടച്ചിട്ടാണ് പോയത്. എന്തായാലും പിന്നെ അങ്ങനെയാണ്, കാരണം പെൺപിള്ളേരായതുകൊണ്ട് എന്തായാലും ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാവും. അല്ലാതെ അറിഞ്ഞും ഞാൻ കുറച്ച് വെയിറ്റ് ഇങ്ങനെ കൂടുതൽ വെക്കും, ഫൈൻ അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ തിരിച്ചു പോയത് എയർ അറേബ്യയിലാണ്. കാരണം ഇൻഡിഗോ അറിയാം, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്റർനാഷണലിന് ഇൻഡിഗോ ഒരിക്കലും ചൂസ് ചെയ്യരുത്, ഞാൻ ഇനി ചൂസ് ചെയ്തില്ല. അപ്പോൾ എല്ലാവരും ഇത് പറയുന്നത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്. അങ്ങോട്ട് പോയപ്പോഴും എല്ലാവരും ആ ടൈം വരുന്ന ഉറക്കമായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫുഡ് ബട്ടർ ചിക്കനും റൈസുമാണ് ഞാൻ എപ്പോഴും എയർ അറേബ്യയിൽ ഓർഡർ ചെയ്യുന്നത്, കാരണം അതായിരുന്നു ഇച്ചിരി ടേസ്റ്റുള്ള ഫുഡ്. ഇപ്പോൾ അവർ ഫുഡൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം അതിൽ ഒലിവ്സ്, കേക്ക്സ്, പിന്നെ ബട്ടർ ബ്രെഡ് എല്ലാം ഉണ്ട്, നല്ലതായിരുന്നു. പിന്നെ ഇത് ഞാൻ ഷാർജ എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ അപ്പോൾ ഉക്രൈനിൽ പോയപ്പോഴും പിന്നെ ജോർജിയയിൽ പോയപ്പോഴും ഒക്കെ ഞാൻ ഈ ഷാർജ വഴിയാണ് പോയത്. അപ്പം ഞാൻ 2 തവണ സെയിമായിട്ട് പോയ സ്ഥലത്ത് തന്നെ പിന്നെയും വന്നതാണ്. ആ സെയിം സ്ഥലങ്ങളിലൂടെ ഞാൻ പിന്നെയും നടന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ലിൻഡോർ. അപ്പോൾ അത് ഞാൻ വന്ന് നോക്കുമായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ചോക്ലേറ്റ്സിനെക്കാട്ടിയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പല വെറൈറ്റീസ് ഒക്കെ നോക്കും, പിന്നെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെയും ഞാനിങ്ങനെ ഫുള്ള് ചുറ്റി നടന്നെല്ലാം നോക്കി, പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എപ്പോഴും സ്പെഷ്യലായിട്ട് കഴിക്കുന്നതാണ് ഇവിടുത്തെ ഗീ റോസ്റ്റ്. മലയാളീസിൻ്റെ തന്നെ കടയാണ്. ഈ സെയിം സ്ഥലത്ത് നിന്ന് ഞാൻ കഴിഞ്ഞ വട്ടം കഴിച്ചായിരുന്നു. അപ്പോൾ ആ സെയിം ടേസ്റ്റിൽ തന്നെ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചായയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ വീഡിയോസും എടുത്തു, പിന്നെ മെയിനായിട്ട് വീഡിയോ എടുക്കുമല്ലോ, അതൊക്കെ കഴിച്ചു. പിന്നെ നല്ല സാമ്പാറായിരുന്നു, നല്ല ചട്നിയാണ്. പിന്നെ ചട്നി എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സാമ്പാർ കൂട്ടി മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവാണ്. എനിക്ക് വെയിറ്റിംഗ് അവർ ഒരു 6 hour ഉണ്ടായിരുന്നു. ആ സമയം പോയതേ അറിഞ്ഞില്ല, കാരണം നമ്മൾ ഫുള്ള് നടന്ന് ഓരോന്നും കാണുകയും പോവുകയൊക്കെ ചെയ്യും, ഓരോന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ടൈം പോകുന്നത് അറിയത്തില്ല. അത് നമ്മൾ ഇവിടുന്ന് ബസ്സിലാണ് അങ്ങോട്ട് ഫ്ലൈറ്റ് കിടക്കുന്നിടത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇനി കുറച്ച് പേര് വരാനുണ്ട്, അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ ഞാൻ ലേറ്റായെന്ന് പറഞ്ഞല്ലോ, എൻ്റെ പേര് വരെ അനൗൺസ് ചെയ്ത്, അത്ര ലേറ്റായി. പിന്നെ ഞാൻ ഓടിയൊക്കെയാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു, ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഇങ്ങനെ പറയാനുണ്ട്, കാരണം പിന്നെ ഒറ്റ മോളൊക്കെ ആയിട്ടുള്ളവരെ അങ്ങനെ വെളിയിലൊന്നും പഠിക്കാൻ വിടാറില്ല, കാരണം അവർക്ക് വേറെ ആരും ഇല്ല എന്നൊക്കെ ഓർത്തിട്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് പറക്കാൻ ചിറകുകൾ തന്നു എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണല്ലോ എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്നതും ഒക്കെ. പലരും പേടിച്ചിട്ടൊന്നും വിടാറില്ല. എൻ്റെ പേരൻസ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് എന്നെ വിട്ടു. പിന്നെ എൻ്റെ പപ്പ പഠിത്തത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, കാരണം മമ്മി അതുപോലെ തന്നെ. പഠിത്തം എന്നൊരു ഭയങ്കര മെയിനായിട്ടുള്ളൊരിതാണ്, പഠിക്കണം, എൻ്റെ മോള് പഠിക്കണം എന്നൊരു ചിന്തയാണ്.
അതുകൊണ്ട് പലരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ വീഡിയോ ഇടാൻ ഞാൻ ഒരുപാട് ലേറ്റായെന്ന് എനിക്കറിയാം. കാരണം ഏകദേശം 2 മാസം കഴിഞ്ഞു. ഞാൻ വന്നപ്പോൾ തന്നെ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചതാണ്. ബട്ട് ഈ വോയിസ് ഓവർ ചെയ്യുന്ന മടി ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുമായിരുന്നു. എന്തായാലും നാട്ടിൽ വന്നതിട്ട്, എന്തായാലും തിരിച്ചിവിടെ വരുന്ന കൂടി ഇട്ടാലല്ലേ എനിക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ്സ് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തായാലും വോയിസ് ഓവർ ചെയ്യാന്ന് ഓർത്ത് പിന്നെ അങ്ങ് ചെയ്തു എങ്ങനെയൊക്കെയോ. കാരണം ഇത്ര മിനിറ്റ് ഉള്ളതുകൊണ്ട് ഒറ്റയടിക്കിരുന്ന് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് തെറ്റൊക്കെ വരും ഇടക്ക്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ അകത്ത് കയറി. ഇപ്പം ഞാൻ ആദ്യം കയറിയത്, അതുകൊണ്ടാണ് അകത്ത് ആളൊന്നും അധികം ഇല്ല, എല്ലാവരും വരുന്നതേ ഉള്ളൂ. അങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്നു. എനിക്ക് വിൻഡോ സീറ്റാണ് എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും വിൻഡോ ചൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ സൈഡിലൊക്കെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ലപോലെ വെട്ടം അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫേസൊക്കെ എല്ലാം തിളങ്ങി നിൽക്കുമല്ലോ. പിന്നെ സൈഡ് വ്യൂ ഒക്കെ ഒരുപാട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ലഗേജിൽ നമ്മുടെ സൂട്ട് കേസ് മുകളിൽ വെക്കാം, കയ്യിലുള്ള നമ്മുടെ ഹാൻഡ് ബാഗ് മുകളിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവർക്ക് സ്പേസ് ഇല്ലാതാവും. അതുകൊണ്ടാണെന്ന് തോന്നി ഇപ്പം അവർ പറയുന്നുണ്ട് നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മുടെ ഒപ്പം തന്നെ സീറ്റിന് താഴെ വെക്കണമെന്ന്. ബട്ട് അത് സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ. പിന്നെ ഈ സെയിം ഫുഡ് തന്നെയാണ് ഞാൻ പിന്നെയും കൊടുത്തിരുന്നത്, ബട്ടർ ചിക്കൻ വിത്ത് റൈസ്. അതിൻ്റെ കൂടെ വേറെയും കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു വൈകുന്നേരം ഒരു 4:40 ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ടിബിലിസിയിൽ എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ചിന്ത മുഴുവനും തിരിച്ചു പോകുന്ന കാര്യം. കാരണം എൻ്റെ സ്ഥലം ടിബിലിസിയിലല്ലല്ലോ, ഞാൻ ബത്തുമി പോകണം. ഇത്തവണ ടിബിലിസിൽ നിന്നുള്ള പോകുന്നത് ട്രെയിനിലല്ല, കാരണം ടിക്കറ്റ് ഇല്ലായിരുന്നു. എനിക്ക് കറക്റ്റ് ഉള്ളത് 6 മണിക്കെന്തോ ആയിരുന്നു ടിക്കറ്റ്. ബട്ട് ആ ടൈം കൊണ്ട് എത്തത്തില്ല. നേരത്തെ എന്ന് പറയുന്നത് രാത്രി 12 മണിക്കൊക്കെ ട്രെയിൻ ഉണ്ടായിരുന്നു ബത്തുമിയിലോട്ട്. അതില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പം. കാരണം അതുകൊണ്ട് ഞാൻ ബസ് എടുക്കേണ്ടി വരും. ടിക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു ഫ്രണ്ടിനെ കൊണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ടൈം ഉണ്ടായിരുന്നു, 8 മണിക്കായിരുന്നു എനിക്ക് ബസ്. അപ്പം ടിബിലിസിലെത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഉക്രൈനിലൊരു ട്രോമ ഇങ്ങനെ കിടക്കുവാണല്ലോ. നമ്മൾ ഇവിടം വിട്ട് പിന്നെ പോയാൽ പിന്നെ തിരിച്ച് വരുന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം വലിയൊരു ട്രോമ ഉണ്ടായിരുന്നല്ലോ ജീവിതത്തിൽ. അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടുകാർ പറയും യുക്രൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇച്ചിരി കൂടി സ്ട്രോങ് ആണ് എന്നൊരു ചിന്ത അവർക്കും ഉണ്ട്. അത് സത്യമാണ്. നമുക്ക് ഭയങ്കര ധൈര്യമാണ് അത് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. വേറൊന്നും സംഭവിച്ചില്ല. പിന്നെ അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ ഇത് ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ഇറങ്ങും, അവിടുന്ന് ഫുള്ള് താഴോട്ട് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് നമ്മൾ ഇത്ര ലഗേജുമായിട്ട് താഴോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് വേണം അകത്തോട്ട് പോകുമ്പോഴാണ് ഈ ബസ് സ്റ്റേഷൻ. അത് ഭയങ്കര പാടാണ്. ഫസ്റ്റ് ടൈം കൂടി ആയതുകൊണ്ട് പറയാനേ വയ്യ. ഭയങ്കര ഇതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബസ്സിൽ നമുക്ക് 2 ലഗേജ് അലൗഡ് ഉള്ളൂ. പിന്നെ ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ 10 ജെല്ല് പേ ചെയ്യണം. എനിക്ക് 3 സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരെണ്ണം എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ സൈഡ് വ്യൂ ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തു. രാത്രിയാണെങ്കിലും പിന്നെ നല്ല രസമായിരുന്നു. നല്ലപോലെ ഉറക്കമൊക്കെ നടക്കും. നല്ല സീറ്റാണ്, നമുക്ക് ചാരിയൊക്കെ കിടക്കാം. ബട്ട് ട്രെയിൻ ആണെങ്കിൽ നമ്മൾ ഒറ്റയിരുപ്പ് ഇങ്ങനെ ഇരിക്കണം, നടുവൊക്കെ വേദന എടുക്കും. പിന്നെ ഈ ഏരിയയിൽ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ പോലെ തോന്നി. നമ്മുടെ കായലാണെന്ന് തോന്നുന്നു, ആ ഒരു വ്യൂ പോലെ എനിക്ക് തോന്നി. അതാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്ത് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തത്. അപ്പം അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ടു. പിന്നെ കുറേ ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബത്തുമി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, ബട്ട് ഞാൻ ഇവിടെ അല്ല ഇറങ്ങിയത്. പിന്നെ കേബിൾ കാറിൻ്റെ അവിടെ ഇറങ്ങായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അവിടെ ഇറങ്ങാമെന്ന്. ആദ്യം ഞാൻ എണീറ്റതാണ് ഇവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ബട്ട് അങ്ങനെയല്ല, ഇനിയും സ്റ്റോപ്പ് ഉണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് പേര് ഇറങ്ങിയായിരുന്നു. വേണമെങ്കിൽ ഇറങ്ങാം, നിർബന്ധമില്ല. സ്റ്റോപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്നു. അങ്ങനെ പിന്നെ ഇവിടുന്ന് പോകണം. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം തിരിച്ച് എൻ്റെ സിറ്റിയിലെത്തി. ഇനി നേരെ വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി എന്നൊരിതായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. ഈ നൈറ്റ് ഇത്ര യാത്രയൊക്കെ ചെയ്ത് വരുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു ടിബിലിസി എല്ലാം കോളേജിൽ പഠിച്ചാൽ മതിയായിരുന്നു അവിടുത്തെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്. കാരണം ട്രാവൽ നല്ല പാടാണ്. ഒറ്റ അടിക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസം എടുത്തിവിടെ എത്താൻ. നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് 9-ാം തീയതി നൈറ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയത് 11-ാം തീയതി 11-ാം തീയതി രാവിലെ വെളുപ്പിനെയാണ്. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ
ഇതാണ് എൻ്റെ സിറ്റിയുടെ ഏരിയ. ഇവിടുന്ന് കറക്റ്റ് വ്യൂ കാണാം. നേരെ കാണുന്ന ആ ഒരു സൈഡിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷന് നല്ല ദൂരമുണ്ട്. ഒരു അങ്ങോട്ട് പോകാൻ നേരത്തെ ഒരു 10 മിനിറ്റിന് മുകളിൽ എടുത്തായിരുന്നു റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം വീടെത്തുന്ന പോലെ ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ഹോം ആണല്ലോ. അങ്ങനെ പിന്നെ ബസ്സിൽ ടൈമൊക്കെ കാണാൻ പറ്റും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയും ഇറങ്ങിയാൽ മതി എന്നൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. ഓരോരുത്തർ ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ലഗേജൊക്കെ നമ്മൾ തന്നെ നോക്കി നമുക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ട്രാവൽ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.